ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാനി ജിബ്രീൽ വ മീകായിൽ ഫഖാലാ ഇന്നല്ലാഹ യുഖ്രിയുക സലാം. നബിയേ, അങ്ങേക്ക് അല്ലാഹു സലാം അറിയിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സലാം അടക്കുകയാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, ഹബീബേ, താരിഖുൽ ജമാഅത്തി മിൻ ഉമ്മതിക മൽഊൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ജമാഅത്ത് നമസ്കാരം ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുന്നവൻ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവനാണ്. മൻ മനഅ ഹുളൂറൽ ജമാഅ മനഅ അല്ലാഹു മിൻഹു ഷഹാദ ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും പരിശുദ്ധമായ നമസ്കാരത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിന് അലസത കാണിക്കുന്നു, അവന്റെ അന്ത്യം മോശമാണെന്ന് ഹബീബേ സമുദായത്തോടൊന്ന് പറയണേ. അവന് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുകയില്ല. ജമാഅത്ത് നിസ്കാരത്തിൽ ഒരു കാരണമില്ലാതെ പങ്കെടുക്കാത്തവന് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു എടുത്തു കളയും. പോയില്ലേ? പിന്നെ നിസ്കരിക്കാത്തവന്റെ കാര്യം പറയണ്ടല്ലോ, പോയില്ലേ, സംഭവം പോയില്ലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നെ ജിബ്രീൽ പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവിൽ ആകാശാരോഹണത്തിൽ സഞ്ചരിക്കുമ്പോൾ ആകാശത്തിന്റെ പല ഭാഗങ്ങളിലൂടെ ദിക്കിലൂടെ ഞാൻ സഞ്ചരിക്കുകയാ. ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് ജിബ്രീൽ എന്നെ കൊണ്ടെത്തിക്കുകയാണ്. വലിയ വലിയ പാറക്കഷണങ്ങൾ കൊണ്ട് അവരുടെ തല ഇതാ ഇടിച്ചു പൊട്ടിക്കുകയാണ്. ഒരു വിഭാഗം ആളുകളുടെ തല അടിച്ചു പൊട്ടിക്കുകയാണ്, എറിഞ്ഞു പൊട്ടിക്കുകയാ. അവരുടെ തല പൊട്ടി ചിന്ന ഭിന്നമായി പോകുമ്പോ, ചിന്നിച്ചിതറി പോകുമ്പോ വീണ്ടും പഴയ കോലത്തിലാക്കി കൊണ്ടുവരികയാ. ജിബ്രീല, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാ, ആരാണ് ജിബ്രീലേ, ഈ വിഭാഗം ആരാണ് ജിബ്രീലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ എനിക്ക് തന്ന മറുപടി, ഹൗലാഇ മിൻ ഉമ്മതിക തതസാഖലു റൂസുഹും അനിസ്സലാ, തതസാഖലു റൂസുഹും അനിസ്സലാ. മുഹമ്മദേ, പരിശുദ്ധമായ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ തല കുനിക്കാൻ കഴിയാതെ ഒരു ഭാരമായി നിവർത്തി വെച്ചവനുണ്ടല്ലോ, അവന്റെ തലയാണ് ജിബ്രീൽ കാണിച്ചു കൊടുക്കുകയാ. നാളെ നരകത്തിൽ ഇതേപോലെ എറിഞ്ഞു പൊട്ടിക്കപ്പെടുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. പറഞ്ഞു പൊട്ടിക്കാൻ ഒരു ചെറിയ ഒരു എറി കിട്ടിയ നമുക്ക് തല മെഡിക്കൽ കോളേജിൽ പോലും എടുക്കൂല സംഭവം. അത് എറിഞ്ഞങ്ങോട്ട് പൊട്ടിക്കാൻ വീണ്ടും പഴയതുപോലെ രൂപപ്പെടുത്തുകയാണ്, പൊട്ടിക്കാൻ വീണ്ടും പഴയതുപോലെ രൂപപ്പെടുത്തുക. ഇവ നിലവിളിയോട് നിലവിളി, ബിൽ വൈലി വസ്സുബൂർ, ബിൽ വൈലി വസ്സുബൂർ. അന്നേരം ഇവന്റെ പ്രാർത്ഥന, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ് نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. അല്ലാഹുവേ, നീ ഉദാരനല്ലേ, കരുണയുള്ളവനല്ലേ. അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ഒരു നിശ്ചിത ദിവസത്തെ
ദിവസത്തിലേക്ക്, ഒരു കുറഞ്ഞ സമയത്തിലേക്ക് ഒരു വീണ്ടും ഒരു പുനർവിചിന്തനത്തിന് ഒരവസരം നൽകുമോ അല്ലാ? ഒന്ന് മടക്കുമോ അല്ലാ? ജീവിതം മടക്കി തരുമോ അല്ലാ? എങ്കിൽ നാഥനെ നുജിബ് ദഅവതക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാമല്ലാ. വനത്തബിഅർ റുസുൽ, നിന്റെ ദൂതന്മാർ നിന്റെ പ്രവാചകന്മാർ പറഞ്ഞ വഴികളെ ഞങ്ങൾ അനുധാവനം ചെയ്യാമല്ലാ. ഹയ്യാൽ അസ്സലാ എന്ന് വിളിച്ചാൽ ഞങ്ങൾ പോകാമല്ലാ. ഹയ്യാൽ ഫലാ എന്ന് വിളിച്ചാൽ പോകാമല്ലാ. സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ ഞങ്ങൾ ഉറക്കിനേക്കാൾ ശ്രേഷ്ഠ നമസ്കാരമാണെന്ന് കരുതി ഞങ്ങൾ ഓടാൻ പടച്ചവനെ, അതിലേക്ക് ഞങ്ങൾ പോകാം അല്ലാഹുവേ. പക്ഷേ പ്ലീസ് കുറഞ്ഞ സമയം കൂടെ. അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? അവലം തകൂനൂ അഖ്സംതും മിൻ ഖബൽ മാ ലകും മിൻ സവാൽ. ദുനിയാവിൽ വെച്ച് നമസ്കാരക്കാർ നിന്നെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുമ്പോ, ദാഇകൾ ദഅവത്ത് ചെയ്ത് ഇബാദത്തിന്റെ വഴികളിലേക്ക് നിന്നെ ക്ഷണിക്കുമ്പോ, ഉലമാക്കൾ ഉമറാക്കൾ നിന്നെ നന്മയുടെ മാർഗത്തിലേക്ക് വിളിക്കുമ്പോ, ഇല്ല, ഈ ലോകം ഇതോടുകൂടി അസ്തമിച്ചു പോവുകയാണ്, നാളെ ആഖിറത്തിൽ ഒരു വിജയമില്ല, ഒരു വിചാരണയില്ല എന്ന് ആണയിട്ട് നീ പറഞ്ഞവനല്ലേ? ഇതാ നീ ആ നിഷേധിച്ച ദിവസം ഇതാ സംഭവിച്ചിരിക്കുകയാണ്. അനുഭവിക്കടോ. അനുഭവിക്കടാ. നീയൊക്കെ ദുനിയാവിൽ വലിയ മാന്യനായിട്ട് നടന്നവനല്ലേ? നിസ്കരിക്കാൻ വിളിക്കുമ്പോ അവനെ പുച്ഛിച്ചു തള്ളിയവനല്ലേ? നിസ്കാരത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുമ്പോ, പള്ളിക്ക് ജനങ്ങൾ പോകുമ്പോ അവനെ കളിയാക്കി പരിഹസിച്ചവനല്ലേ? അനുഭവിക്കടാ. ദുനിയാവിൽ മാന്യൻ. നീ എന്ത് മാന്യൻ? ഓ, നല്ല ഉടുപ്പൊക്കെ ഇട്ട്, വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, നല്ല മുണ്ടൊക്കെ ഉടുത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വരാം. മയ്യത്ത് നിസ്കരിക്കാൻ പോലും കുടുംബക്കാരൻ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ പോലും ഈ മക്കളെ കൊണ്ട് ഗുണമില്ലാതെ പോയില്ലേ? സ്വന്തം മാതാവിന്റെയും സ്വന്തം പിതാവിന്റെയും മയ്യത്ത് നമസ്കരിക്കാൻ പോലും സ്വന്തം മക്കളെ തയ്യാറാകാതെ നെറികെട്ട നികൃഷ്ടമായ ജീവിതം നയിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ മനസ്സിലാക്കിക്കോ, ഇവന്റെ നാമം മുസൽമാൻ എന്ന നാമമല്ല, ഇവന്റെ നാമം കാഫിറാൻ. യാതൊരു സംശയവുമില്ല. ഉമ്മാന്റെ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, ഒരു മകൻ തയ്യാറായില്ലെങ്കിൽ അവൻ മുസ്ലിം എന്ന് പറയാൻ പറ്റോ? മാന്യനായിട്ട് നടിച്ചല്ലേ ദുനിയാവിൽ? അനുഭവിക്കടാ. നാളെ ഇവന് കൊടുക്കുന്ന അടിയാണല്ലോ, വല്ലാത്ത അടിയായിരിക്കും സംഭവം. ഒരു സുഖവും കാണൂല സംഭവം. അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്ത് പറയാത്തില്ല. പിന്നെ അന്നേരം അടിയുള്ളവൻ പറയും ഞങ്ങളെല്ലാം സ്വീകരിച്ചു കൊള്ളാം, അല്ലാ അറിയില്ലായിരുന്നു പ്ലീസ് യാ അല്ലാ. അറിയില്ലായിരുന്നു ഇനി പറയാൻ പറ്റൂല. മുക്കിന് വാളാണ്, എല്ലാവരുടെ ചെവിയിലും വാളാണ്, കാസറ്റോടെ വാള്. പറക്കും തളിക പോലെ മൊയ്ലിയാക്കന്മാര് വാള് പറയാൻ വേണ്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടി നടക്കുകയാണ്. ഓരോ മണൽത്തരിയും എടുത്ത് ചോദിച്ചാൽ അത് പറയും. എല്ലാവർക്കും വാളറിയാം. നമ്മളെക്കാളും വാള് ഹിന്ദുക്കൾക്ക് അറിയാം. കാരണം കേട്ട് അവരവരെ പഠിച്ച് വാള് നല്ല രീതിയിൽ അവരിങ്ങോട്ട് വാള് പറയും, നമ്മളെടുത്ത് നമുക്ക് ഇങ്ങോട്ട് വാള് പറയും. എല്ലാവരും വാള് കേൾക്കും, എല്ലാരും കേൾക്കും. അതുകൊണ്ട് നാളെ അള്ളാന്റെ മുന്നിൽ പറയാൻ പറ്റൂല ഞങ്ങള് വാള് കേട്ടില്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു, ആരും ഇത് പറഞ്ഞു തന്നില്ലായിരുന്നു എന്ന് നാളെ പറയാൻ ഒരു വഴിയില്ല, എക്സ്ക്യൂസ് ഇല്ല, അവിടെ ഇല്ല. അവിടെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഉദ്ർ അല്ലാഹു നാളെ അവിടെ പരിഗണിക്കുകയില്ല. അതിനുള്ള വഴി ഇവിടെ വെച്ച് തീരുമാനിച്ചു. ഇപ്പൊ നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്ത് മാറി റബ്ബിന്റെ കോടതിയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങൾക്ക് ഗുണമാണ്, നിങ്ങൾക്ക് രക്ഷയാണ്. നാളെ സ്വർഗത്തിൽ അത് വിജയിക്കാൻ ഇതൊരു കാരണമായി തീരും. ഇല്ലെങ്കിൽ ഷഹാദത്ത് കലിമ പോലും ചൊല്ലി മരിക്കാൻ ഒരു ഭാഗ്യം അള്ളാഹു തരൂല. നഊദു ബില്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു വിഭാഗം ആളുകളെ പന്നിയുടെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ മറ്റൊരു വിഭാഗം ആളുകളുടെ മുഖത്ത് സുജൂദിന്റെ അടയാളമാണ്. സാലിഹീങ്ങളായ മനുഷ്യർ സുജൂദ് നിസ്കരിക്കുന്നവർ ഖബറിലേക്ക് അവരെ കൊണ്ടുവെക്കുമ്പോ തന്നെ
മലക്കുകളുടെ ചോദ്യത്തിന് ശേഷം എന്നെ വിട്, ഞാൻ നിസ്കരിക്കട്ടെ, എന്നെ വിട്, ഞാൻ നിസ്കരിക്കട്ടെ. മലക്കളോട് പറയുന്ന വാക്കാണ്. സാലിഹായ മനുഷ്യൻ, നമസ്കാരമുള്ള മനുഷ്യൻ, അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക. എല്ലാത്തിനും മറുപടി പെട്ടെന്ന് പറഞ്ഞു, വിട് വിട്, എനിക്ക് നിസ്കരിക്കാൻ സമയം, നിസ്കരിക്കട്ടെ, ഞാൻ നിസ്കരിക്കട്ടെ. എന്താ നല്ല മനുഷ്യന്മാർ, നല്ല മനുഷ്യനല്ലേ. നിസ്കാരം അവന്റെ വലത് ഭാഗത്തൊന്നും നിൽക്കുമെന്നാണ് ഖബറിലേക്ക്. നിസ്കാരം ഉള്ളവൻ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ വലത് ഭാഗത്ത് വന്ന് നമസ്കാരം നിന്നുകൊണ്ട് മലക്കുകളുടെ ചോദ്യം വീക്ഷിക്കും. മലക്കുകൾ വേദനിപ്പിക്കാനോ അടിക്കാനോ ഇടിക്കാനോ നിന്നാൽ സമ്മതിക്കൂല, ഇടയ്ക്ക് കയറി നിൽക്കും. ഹദീസ്, വലിയ ഹദീസ്, അത് പറയാൻ സമയമില്ല, വലിയ ഹദീസാണത്. വലത് ഭാഗത്ത് നിൽക്കും. നിസ്കാരം നമ്മളെ സഹായിക്കാനാണ്. ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ, ഏറ്റവും വലിയ റഹ്മത്തല്ലേ. എല്ലാ ഇടങ്ങേറും മുസീബത്തുകളൊക്കെ അല്ലാഹു ഒഴിവാക്കി തരുന്ന നിസ്കാരത്തിലൂടെ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ എത്ര ദുആയ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖറജത മിൻ മൻസിലിക ഫൽതുസല്ലി റകഅതൈൻ യംനഅനിക മഖറജ സൂ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ 2 റക്അത്ത് നീ നമസ്കരിക്കണമേ. എങ്കിൽ ആ ഇറക്കിലൂടെ ഉണ്ടാകുന്ന, ആ പുറപ്പെടലിലൂടെ ഉണ്ടാകുന്ന മുസീബത്ത്, ഇടങ്ങേറുകൾ അല്ലാഹു ഒഴിവാക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഇടങ്ങേറ്, ദൂഷ്യങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും. ഇദാ ഖറജത മിൻ മൻസിലിക ഫൽതുസല്ലി റകഅതൈൻ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുന്നു. മഖറജ സൂ, എക്സിറ്റിൽ ഉണ്ടാകുന്ന ഇടങ്ങേറുകളൊക്കെ അല്ലാഹു ഒഴിവാക്കി തരും. വൈദാ ദഖൽത മിൻ മൻസിലിക ഫൽതുസല്ലി റകഅതൈൻ യംനഅനിക മദ്ഖല സൂ ഔ കമാ ഖാല റസൂലുള്ളാഹി. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ നിന്റെ വീട്ടിൽ കയറിയതിനു ശേഷം 2 റക്അത്ത് നീ സുന്നത്ത് നമസ്കരിച്ചാൽ ആ വീട്ടിലേക്ക് കയറിയാൽ ഉണ്ടാകുന്ന ഇടങ്ങേറ്, ദോഷങ്ങൾ അല്ലാഹു ഒഴിവാക്കി തരുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. 2 റക്അത്തിന്റെ ഗുണം മനസ്സിലായോ? ഇറങ്ങി പോകുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകണം. ഇടങ്ങേറ്, അപകടങ്ങള്, മുസീബത്തുകളെ തൊട്ടൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കും. സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പറയണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിസ്കരിച്ചില്ല, പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിസ്കരിക്കും, നിസ്കരിക്കും ജയിക്കാൻ വേണ്ടിയിട്ട്. അത് ജയിക്കാനുള്ളത് കൊണ്ടാണ് നീ ജയിക്കാത്തത്. അത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും പോകുന്നവനാണെങ്കിൽ നമുക്ക് പരിഗണിക്കാമെന്ന് പറയും. എപ്പോഴും പോകുന്നവനാണെങ്കിൽ പരിഗണിക്കാം. അപ്പൊ തിരിച്ചു കയറി വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണം. ഇടങ്ങേറുകൾ, മുസീബത്തുകളൊക്കെ മാറാൻ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുസീബത്തുകളൊക്കെ മാറാൻ. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും പെണ്ണുമ്പിള്ള അരിവാളും എടുത്തിട്ട് ഞാൻ നിൽക്കുന്നത്, ദേഷ്യപ്പെട്ടുണ്ട്. നമുക്ക് സാധനം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, മേടിച്ചിട്ട് വന്നില്ല, പോകാന്ന് പറഞ്ഞിട്ട് പോകാന്ന് കൊണ്ടുപോയില്ല, അത് പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ആ ഇടങ്ങേറൊക്കെ മാറണമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചല്ല. അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടി അങ്ങ് ഓതിയേക്കണം. ബഖറ അവൾ കുറെ നേരമായിട്ട് നോക്കിയിരിക്കും, തീരത്തില്ല. സലാം വീട്ടിട്ട് 2 കീച്ചാന്ന് പറഞ്ഞു നോക്കാണ്. ഇല്ല, ആള് ഓതിക്കൊണ്ടേയിരിക്കും, ഭയങ്കര റുക്കും. ഇനിയിപ്പോട്ടെ, ഇനി നാളെ വല്ലാട്ടെ, ഇപ്പൊ ഞാൻ തളർന്നു. 500 രൂപ കൊടുക്കാൻ പറയുമ്പോൾ ഉസ്താദ് അന്നേരം ഒരു ഉഷാറ് കിട്ടും, പെട്ടെന്ന് പറഞ്ഞു തരും. ഇല്ല, പള്ളിക്കകത്ത് നിസ്കാരം കഴിഞ്ഞോണ്ട് അടുത്ത പരിപാടി ചെയ്ത്, നിസ്കാരം കഴിഞ്ഞോണ്ട് അടുത്ത പരിപാടി സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. നിസ്കാരം കഴിഞ്ഞ പോയില്ലേ, ഇവന് ലദ്ദത്തുണ്ടാവോ നിസ്കാരത്തില്? ചിന്തിച്ചു നോക്ക്. നമുക്ക് നാളെ സ്വർഗത്തിൽ കിട്ടുന്ന അനുഭൂതികളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് നിസ്കരിക്കണം. ഖബറിന്റെ ശിക്ഷയെ ഓർത്ത് കരയണം നിസ്കാരത്തിൽ. അപ്പോഴാണ് ആ നിസ്കാരത്തിന്റെ ലദ്ദത്ത് നമുക്ക് മനസ്സിലാവുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ നമസ്കാരത്തിന്റെ ഹുദൂദുകൾ, ശുറൂത്തുകൾ, ഫുറൂളുകൾ പൂർത്തിയാക്കാതെ അവൻ നമസ്കാരത്തിൽ കൈകെട്ടിയാൽ യഅതി ഇബ്ലീസ്, അവന്റെ നമസ്കാരത്തിൽ ഇബ്ലീസ് കടന്നു വരികയാണ്. ഫയഖൂലു, അവൻ പറയുകയാ, ഉദ്കുർ കദാ ഉദ്കുർ കദാ, അതൊന്ന് ചിന്തിക്കണേ, അതൊന്ന് ചിന്തിക്കണേ. ഇന്നലത്തെ കണക്ക് നീ കണ്ടോ? ഇന്നലെ ആ വീട്ടിൽ പോയപ്പോ ഒരു പെണ്ണ് നിന്നത് കണ്ടോ? നീ ബസ് സ്റ്റാൻഡിൽ ബസ്സുകാരാ നിന്നപ്പോ നിന്നോടൊപ്പം ആ സൈഡ് സീറ്റിൽ ഇരുന്ന ഒരു കൊച്ചിന്റെ കാര്യം ഓർമ്മയുണ്ടോ? ഈ ശൈത്താൻ വന്ന് ഓരോന്നും നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. അങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ ഓർത്തോർത്ത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർക്കും, അവിടെ പോയത്, ഇവിടെ പോയത്, ഇവിടെ പോയത്.
ഇങ്ങനെ ഓർത്തോർത്തോർത്തോർത്തോ നിസ്കരിക്കുമ്പം ലാ യദ്രി കം സല്ലാ, അവൻ എത്ര നമസ്കരിച്ചു എന്ന്, എത്ര റക്അത്ത് നമസ്കരിച്ചു എന്ന് അവന് പോലും അറിയാത്ത അവസ്ഥയിൽ അവന്റെ നമസ്കാരത്തെ പിശാച് മാറ്റിമറിക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? ചിത്താൻ വന്നിട്ടുള്ള പണിയാ. ഒതുക്കൂർ കഥ. അത് ചിന്തിക്കും, ഇത് ചിന്തിക്കും, അവിടെ ചിന്തിക്കും, അവിടെ ചിന്തിക്കും, ഇവിടെ ചിന്തിക്കും. നമ്മളവിടെ ATM നിന്ന പോലെ കൊച്ചിനെ കണ്ടില്ലേ, അവിടെ ബാങ്കിൽ പോയപ്പോൾ കണ്ടില്ലേ, ഫെഡറൽ ബാങ്കിലോ ആ പൈസ അങ്ങോട്ട് ചില്ലറ മാറാൻ കൊടുത്തപ്പോൾ ആ ബാങ്കിൽ അവിടെ ഇരുന്ന പെണ്ണെ എന്തുവാ സംഭവം, അങ്ങനെ എന്തൊക്കെയാ നിസ്കാരത്തെ ഓർമ്മിപ്പിക്കുക. ഭയങ്കര ഓർമ്മയാണ് ശൈത്താൻ. ഒതുക്കൂർ കഥ. അതിന്റെ ഹുദൂദ് ഷുറൂത്ത് ഫുറൂദുകളെ സൂക്ഷിക്കാത്തവന് അവന് കിട്ടുന്ന പണിയാണ്, വല്ലാത്ത ഇട്ടിന്റെ പണി. നിസ്കാരം എല്ലാം പോയി. ഇമാമോട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ ഇവ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. സലാം കേൾക്കുമ്പോഴായിരിക്കും അല്ലാഹു, പെട്ടെന്ന് പിന്നെ കൊടുക്കണമെന്ന് ചാടി വീണിട്ട് റോബോട്ട് വീഴുന്നല്ലോ. നിസ്കരിച്ചിട്ട് പെട്ടെന്ന് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അതേപോലെ ഖുത്ബ ഓതിട്ടുണ്ടല്ലാഹു യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാനി വഇതാഇൽ ഖുർബാ വയൻഹാ ഫഹ്ശാഇ വൽ-മുൻകർ ദിക്റുല്ലാഹി അക്ബർ. എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ജുമാക്ക് കൈ കെട്ടുന്ന പോലെ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്ന അവസാനത്തെ ദിക്ർ, എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടി. ദിക്റുല്ലാഹി അക്ബർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചാടി എഴുന്നേൽക്കണം. അപ്പൊ അങ്ങനെയാണ് നിസ്കാരത്തിൽ ശൈത്താൻ മന്ത്രം. അത് ഓർക്കട, ഇത് ഓർക്കട, അത് ഓർക്കട, ഇത് ഓർക്കട, അത് ഓർക്കട, ഇത് ഓർക്കട. അപ്പോഴവിടെ നിസ്കാരം ഉടനെ പോയി. ചിന്ത പോയി. എങ്ങനെ നിസ്കരിക്കണമെന്ന്, എത്ര റക്അത്ത് നിസ്കരിച്ചെന്ന് പോലും അവൻ അറിയുകയില്ല. പോയില്ലേ സംഭവം. അതുകൊണ്ടാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദുനിയാവ് ഇതൊന്നും നമസ്കാരം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമസ്കാരത്തിൽ നമ്മുടെ മക്കൾക്ക് ശ്രദ്ധയുണ്ടാകാൻ, നമുക്ക് ശ്രദ്ധയുണ്ടാകാൻ നമ്മൾ ആത്മാർത്ഥമായ നിലയിൽ നമ്മൾ ദുആ ചെയ്യണം. ദുആ ഒരു വലിയ ഒരു മരുന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോടൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. മക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ മക്കള് നിസ്കാരവും ഇബാദത്തുമുള്ള മക്കളായി മാറാൻ. ബഹുമാനപ്പെട്ട സക്കരിയ നബി ദുആ ചെയ്തത് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, ഒരു കുട്ടിയെ താ അല്ലാ. എന്നിട്ട് സക്കരിയ നബി പറഞ്ഞു, വാക്കെന്തെന്ന് പറയട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ അല്ല, നമ്മുടെ ഇക്കാമാര് പറഞ്ഞ പോലെ അല്ല. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് വജഅൽഹു റബ്ബി റളിയാ, വജഅൽഹു റബ്ബി റളിയാ. അല്ലാഹുവേ, ഞാൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ നീ എനിക്ക് നൽകരുതേ പടച്ചവനെ, നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ എനിക്ക് നൽകണേ അല്ലാഹ്. അതാണ് ദുആ. നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ താ അല്ലാഹ്. അല്ലാഹ് തൃപ്തിപ്പെട്ട കുട്ടിയെ കൊടുത്തു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. യഹ്യ എന്ന പേരോടുകൂടി അല്ലാഹ് കൊടുത്തു. യഹ്യ എവിടുന്ന് വന്നതാ? യുഹ്യി എന്നുള്ള അല്ലാഹുവിന്റെ പേരാണ്. യുഹ്യി വയുമീത്, അത് അല്ലാഹുവിന്റെ പേരാണ്. ആ പേരിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അല്ലാഹ് ഇട്ട് കൊടുത്തു യഹ്യ. അല്ലാഹുവിന്റെ പേര് യഹ്യക്ക് കൊടുത്തു. എന്താ കാരണം? അതിന്റെ കാരണം എന്താ? വാപ്പയുടെ ദുആ. വാപ്പ ദുആ ചെയ്ത് എങ്ങനെ? എന്റെ മോനെ റബ്ബെ, എന്റെ മോനെ നീ തൃപ്തിയുള്ള മോനെ തരണേ അല്ലാ. ഞാൻ തൃപ്തിയുള്ളതോ ഞങ്ങൾ തൃപ്തിയുള്ളതൊന്നും വേണ്ട, നീ തൃപ്തിപ്പെട്ട മോനെ താ അല്ലാ. അടിപൊളിയായ മോനായി മാറി. യഹ്യാ നബി ആരാ? സംഭവം എന്നറിയോ നിങ്ങൾക്ക്? ഭയങ്കര സംഭവമാണ്. യഹ്യാ നബിയുടെ സംഭവമൊക്കെ പറയാൻ എപ്പോഴൊന്നും പ്രസംഗം തീരുവില്ല. അതൊക്കെ നമുക്ക് പിന്നെ ഇവിടെയൊക്കെ പറക്കളത്തൊക്കെ വരുന്നു, അവിടെ അടിക്കാം നമുക്ക്. ഇപ്പൊ വേണ്ട. ഇബ്രാഹിം നബി ദുആ ചെയ്ത് എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്ത് എന്താ? പിള്ളേരൊക്കെ പള്ളിയിലും ദർസിലും മദ്രസിലും ഒക്കെ വിടണമെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആയത്താണ്. ആയത്തുകൊണ്ട് തെളിവാണ്, സ്ഥിരമാണ്. കുട്ടികളൊക്കെ മദ്രസയിൽ വിടാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? കുട്ടികളൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. മദ്രസയിലും ഒറ്റയ്ക്കൊന്നും കുട്ടികളെ പിള്ളേരെ പിടുത്തക്കാർ, കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നവരൊക്കെ ഇപ്പൊ സജീവമായ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ വാദന്റെ സദസ്സിലൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വണ്ടി കൊണ്ടുവിടുന്നത്. വണ്ടി അവർ കൊണ്ടുവന്ന് ചവിട്ടി തള്ളിട്ട് അപ്പുറേ വണ്ടി വിട്ടു പോകും. പക്ഷെ ഇവരിങ്ങനെ പതിഞ്ഞ് അപ്പുറത്തൊക്കെ മാറി നിൽക്കും. വീട്ടിന്റെ ഉള്ളിലേക്ക് കുട്ടികൾ കയറുന്നതിന് മുമ്പ് തട്ടിക്കൊണ്ടുപോകും. പെട്ടെന്ന് മയക്കുമരുന്ന് കൊടുക്കും, മുട്ടയടിക്കും. ആരും അറിയില്ല സംഭവം. ഇന്നലെ മലപ്പുറത്തൊക്കെ 2-3 കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ വാർത്തയിലൂടെ നല്ല മെസ്സേജ് വന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ കഴിവതും മാതാപിതാക്കൾ തന്നെ കൊണ്ടുവിടുക, അത് തന്നെ വിളിച്ചു കൊണ്ടുവരിക.
ഒരു കാരണവശാലും സ്കൂളുകളിൽ നിന്ന് വാപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു പറഞ്ഞ് ആരെങ്കിലും വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കുട്ടികൾ പോകരുത് എന്ന് അധ്യാപകരോട് നിങ്ങൾ പറയണം. ഞാനോ എന്റെ ഭാര്യയോ വന്ന് വിളിച്ചിട്ടല്ലാതെ ആര് വന്ന് വിളിച്ചാലും കുട്ടികളെ വിടരുതെന്ന് ഉറപ്പിച്ചു പറയണം. കാരണം ആ രീതിയിൽ ആ പേരിലേക്കാണ്. അതേപോലെ കുട്ടികളോട്, ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളോട് ആരെങ്കിലും വഴി ചോദിച്ചാൽ പെട്ടെന്ന് ഓടി മാറിയേക്കണം, വഴി പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. വഴി ചോദിച്ച് കേട്ടില്ല മോളെ എങ്ങോട്ടാ കൊണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് കൊണ്ടുപോകും, പെട്ടെന്ന് പിടിച്ച് അകത്തേക്ക് ഇടും. അങ്ങനെയാണ് കൊണ്ടുപോയി കിട്ടുക. സൂക്ഷിച്ചോണം. അപ്പൊ ഇപ്പൊ ഈ സാഹചര്യത്തിന് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു പോതാണെന്ന് മനസ്സിലാക്കിക്കണം. കുട്ടികളൊക്കെ സൂക്ഷിച്ചോ. അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ സഹായിക്കട്ടെ. 100-150ഓളം കുട്ടികളുടെ കരളും കൂമ്പൊക്കെ എടുത്ത് മാറ്റി മലേഷ്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് എന്തൊരു അക്രമ കാണിക്കുന്ന. അല്ലാഹുവേ, എന്താ ദുനിയാവില്ലേ പഠിച്ചവനെ, കൊച്ചു കുട്ടികളെയൊക്കെ എന്തായി കാണിക്കുന്ന റഹ്മാൻ. ഒരു ദയയില്ലാത്ത മനുഷ്യന്മാരായിപ്പോ. ഖൈർ ദുആ ചെയ്യണം. എല്ലാവരും ദുആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദ് ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. ദുആ ചെയ്തെന്തിനാ? അല്ലാഹുവേ, എന്റെ പൈതലിന്, എന്റെ കുഞ്ഞിനെ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ നിന്റെ പള്ളിയുടെ തിണ്ണയിൽ, പള്ളിയുടെ വരാന്തയിൽ, പള്ളിയുടെ പൂമുറ്റത്ത് റബ്ബേ ഞാനിതാ നിക്ഷേപിച്ചിരിക്കുകയാണല്ലാ. എന്തിനാണ് നാഥാ? ലിയുഖീമുസ് സ്വലാഹ്. അവൻ നമസ്കാരം പഠിക്കണമല്ലാ, അവൻ നിന്നെ വഴിപ്പെടണമല്ലാ, അവൻ നിന്നെ ആരാധിക്കണം അല്ലാ. അതിനാണ് ഞാൻ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നത്. മനസ്സിലായോ? മദ്രസകളെ കുട്ടികളെ മദ്രസ വിടാൻ വേണ്ടി എന്തിനാ? നിസ്കാരം ഉള്ളവനായി മാറാനാണ് അല്ലാഹ് ഇബ്രാഹിം നബി പഠിപ്പിച്ച ദുആയാണ്. എന്റെ മക്കളെ ഞാൻ വിടുന്നത് നിന്റെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് ഞാൻ വിട്ടത് അവൻ നിസ്കാരം പഠിക്കണം, ഇബാദത്ത് പഠിക്കണം. കാരണം എന്താ? നിസ്കാരം ഇല്ലാത്ത മോനെ ലാ ഹല്ല ഫിൽ ഇസ്ലാമി ഇല്ലാ ലിസ്മിസ്സലാഹ്. നിസ്കാരം ഇല്ലാത്തവന് ഒരു ഹല്ലു ഇസ്ലാമിലില്ല. അതുകൊണ്ട് എന്റെ മോൻ നിസ്കാരമില്ലാതെ പിഴച്ചു പോകരുത്. അതുകൊണ്ട് അല്ലാഹു എന്റെ മോനെ നിന്റെ വീടിന്റെ തിരുമുറ്റത്ത് കൊണ്ട് ഞാൻ പാർപ്പിച്ചത് അവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹ് ലിയുഖീമുസ്സലാഹ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര വാക്ക്. എന്നിട്ടോ ഇബ്രാഹിം നബി വിട്ടോ? ഇല്ല. ഇബ്രാഹിം നബി ദുആ ചെയ്തു നിസ്കാരത്തിൽ, അത്തഹിയ്യാത്തിൽ, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബി ഇഗ്ഫിർലി വലിവാലിദൈ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഈ ദുആയുടെ അർത്ഥം പഠിക്കണേ എന്റെ യുവാക്കളെ, യുവതികളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ. നമസ്കാരത്തിലെ ദുആയാണ്. ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ദുനിയാവും നമ്മൾ രക്ഷപ്പെട്ടു, ആഖിറവും നമ്മൾ രക്ഷപ്പെട്ടു. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്. അല്ലാഹുവേ, എനിക്ക് നമസ്കാരമുള്ളവനായി മാറാൻ, ഞാൻ നമസ്കാരനാകാരനായി മാറാൻ, എന്റെ നമസ്കാരം പാഴായി പോകാതെ നിലനിൽക്കാൻ നിന്നോട് ഞാൻ യാചിക്കുന്നു, ചോദിക്കുന്നു അല്ലാ. ഞാൻ മാത്രമല്ല നാഥാ, വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളുണ്ടല്ലോ അല്ലാ, എന്റെ പേരക്കുട്ടികളുണ്ടല്ലോ അല്ലാ, എന്റെ കൊച്ചുകുട്ടികളുണ്ടല്ലോ അല്ലാ, അവര് നമസ്കാരമുള്ളവരാക്കി നീ മാറ്റണമേ അല്ലാ. റബ്ബനാ വതഖബ്ബൽ ദുആ. ഈ ദുആ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഈ ദുആ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വിശ്വാസിനികളായ കൂട്ടുകുടുംബാദികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ ഭൗതികമായ ലോകത്ത് നിന്ന് ആലമുൽ ബർസഖിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ആലമുൽ മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവേ, ആ വിചാരണയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, സഹായിക്കണമേ അല്ലാ. ഓരോ അത്തഹിയ്യാത്തിൽ ഓതുന്ന ദുആയാണ്.
റബ്ബന ഗഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. മരിക്കുന്നത് വരെ നിന്റെ അത്തഹിയാത്തിലെ ദുആ, ഏതെങ്കിലും ഒരു ദുആ, വല്ലാഹി സത്യം അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. ഏതെങ്കിലും ഒരു ദുആ, 50 വയസ്സ് 60 വയസ്സ് 40 വയസ്സ് പ്രായപൂർത്തി എത്തിയത് മുതൽ നീ നമസ്കരിച്ചിട്ട് ഏതെങ്കിലും നമസ്കാരത്തിന്റെ ഒരു ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല, വല്ലാഹി സ്വീകരിക്കാതിരിക്കൂല. ആ ദുആയുടെ ബർക്കത്തായിരിക്കും ഖബർ മുതൽ മഹ്ശർ വരെ നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുക. അതിനാണ് ഈ ദുആ നിസ്കാരത്തിൽ.